അത് കൊള്ളാലോ കോജി. താൻ എന്തൊരു മെഷീനെ കണ്ടുപിടിച്ചിരിക്കുന്നത്? ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അതിനെന്താ, തീർച്ചയായും ഈ മെഷീൻ ഓണാക്കി കഴിഞ്ഞാൽ സ്വർണമുള്ളിടത്തേക്ക് തന്നെ ഈ മെഷീൻ എത്തിക്കുന്നതാണ്. ഭൂമിക്കടിയിൽ സ്വർണമുള്ളിടത്തേക്ക്. എന്നാ പിന്നെ ഞാൻ റെഡിയാണ് കോജി. അയ്യോ, ഈ മെഷീൻ സ്വർണം അന്വേഷിക്കുകയാണോ അതോ എന്നെ കൊണ്ട് പരേഡ് ചെയ്യിപ്പിക്കുകയാണോ? എന്തെങ്കിലും ചെയ്യൂ. ഇടിക്കണ്ട ബൽവന്ത്, ഞാനുണ്ടല്ലോ കൂടെ. അത് ശരി, ഇത് എന്റെ ഡയലോഗ് അല്ലേ? അത് ഞാൻ ഉണ്ടാക്കിയ മെഷീനാണോ? നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. സ്വർണമുള്ളിടത്തേക്ക് ആ മെഷീൻ നമ്മളെ കൊണ്ടെത്തിക്കും. ഭോജങ്ങളുടെ മെഷീന് നല്ലോണം വർക്കൗട്ട് ആവും കേട്ടോ. മണ്ണിന്റെ അടിയിൽ കിടക്കുന്ന സ്വർണം കണ്ടെത്താൻ ഇതിനേക്കാളും നല്ല വഴി ഒന്നുമില്ല. ബൽവന്ത്, എനിക്ക് തോന്നുന്നത് സ്വർണം ഇവിടെ തന്നെ ഉണ്ടെന്നാണ്. എന്നാ ശരി, വാ, നമുക്ക് കുഴി വെട്ടി നോക്കാം. കുഴി വെട്ടി നോക്കാനോ? എടാ കോജി, സ്വർണം കണ്ടുപിടിക്കുന്ന ഈ മെഷീന്റെ കൂടെ ഈ മണ്ണ് കുഴിക്കുന്ന മെഷീനും കൂടി കണ്ടുപിടിച്ചുകൂടായിരുന്നോ? ഒരു മിനിറ്റ്, കുഴി വെട്ടേണ്ട കാര്യമൊന്നുമില്ല. ദേ അങ്ങോട്ട് നോക്ക്, മാൻഹോൾ. നമുക്ക് അതിലൂടെ ഇപ്പുറത്ത് വന്നിട്ട് സ്വർണം കണ്ടെത്താൻ പറ്റും. അത് കൊള്ളാലോ അനന്തരവാ. കഷ്ടപ്പെട്ട് കുഴി വെട്ടാതെ ഞങ്ങളെ നീ രക്ഷിച്ചു. ഞാനിപ്പോ കേട്ടതല്ല, നീ കേട്ടോടാ. സ്വർണം കണ്ടെത്തുന്ന ആ മെഷീൻ അവന്മാരുടെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും നമുക്ക് അടിച്ചു മാറ്റിയേ പറ്റൂ. ഇത്രയും നല്ല കാര്യങ്ങൾ ഒരുപാട് വച്ച് താമസിക്കാൻ പാടില്ല ചേട്ടാ. സ്വർണം 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 സ്വർണമുള്ള സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു. സ്വർണം ഇവിടെ തന്നെയാണുള്ളത്. ഹലോ അങ്കിളെ, ഞങ്ങള് ഭൂതവും പിശാചൊന്നുമല്ല. അത് ശരി, അപ്പൊ നിങ്ങള് ഭിക്ഷക്കാരാണോ? വന്ന് പാതാളത്തില് ഭിക്ഷ എടുക്കാനൊക്കെ ആൾക്കാരോ? യോ കരികാലം. ഒന്നും മിണ്ടാതിരിക്കടാ. ഞങ്ങളെ കണ്ടിട്ട് നിനക്ക് പിച്ചക്കാരെ പോലെ തോന്നുന്നുണ്ടോ? ചേടാ, അപ്പൊ ഇതായിരുന്നോ? കുഴിവെട്ടുമ്പോ എലി പുറത്തു പോയതുപോലെ ആയല്ലോ. ഈ മെഷീൻ അയാള് ധരിച്ചിരുന്ന സ്വർണ്ണമോതിരത്തിനാ കാണിച്ചെന്നത്. നമ്മള് കരുതി ഇതിനടിയിൽ ഒരുപാട് സ്വർണമുണ്ടെന്ന് അല്ലേ? സ്വർണ്ണമോ? അപ്പൊ നിങ്ങള് ഭിക്ഷക്കാരല്ലേ? കള്ളന്മാരാണോ? എന്റെ മോതിരം തട്ടി മറിക്കല്ലേ? ഏയ് അല്ല സഹോദര, ഞങ്ങൾക്ക് നിന്റെ കയ്യിൽ നിന്ന് ഒന്നും ആവശ്യമില്ല. ഓ, വളരെ നന്ദി സാറേ. ഇക്കാലത്തൊന്നും കണ്ടറിഞ്ഞ് സഹായിക്കുന്ന ആരും ഇല്ലെന്നേ. താങ്ക് യു പറയേണ്ടത് തന്നോടാണ്. ഒടുവിൽ ആ മെഷീൻ എന്റെ കയ്യിലേക്ക് എത്തിച്ചേർന്നല്ലോ. ഇനി ഞാനൊരു സൂത്രം കാണിച്ചു തരാം. ബൈ ബൈ. എന്റെ അമ്മോ, ഇത് ചീറ്റിംഗ് ആണ്. സ്യൂട്ട് കേസ് ഒക്കെ വയ്ക്കുമ്പോൾ വളരെ ഭദ്രമായിട്ട് വെക്കണം കേട്ടോ. എന്റെ എല്ലാ സമ്പാദ്യം അതിനകത്തുണ്ട്. കേട്ടില്ലേ ചേട്ടാ, ഇന്ന് ബല്ലയുടെ ഹെവി വെയിറ്റ് ഉള്ള സൂട്ട് കേസ് ഉണ്ടല്ലോ, അത് നമുക്ക് ലൈറ്റ് ആക്കിയാലോ? അതിനെന്താ, എന്റെ കയ്യിലുള്ള ഈ ടാബ്ലറ്റ് ഇന്ന് യൂസ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ന് യൂസ് ചെയ്യാനാ? അതെ അതെ, ഫണ്ടൂഷ് നഗറിന്റെ ആദ്യത്തെ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ ഇനി നേരെ രാജ്നഗറിൽ ചെന്നേ നിൽക്കുള്ളൂ. പക്ഷേ ഈ പോലീസ് മാഡം അവരെന്താ ഇത്രയ്ക്ക് സ്ലോ ആയി പോയത്? ട്രെയിൻ ഉദ്ഘാടനം ചെയ്യാൻ അവർ നേരത്തെ എത്തിയില്ലെങ്കില് പിന്നെ ട്രെയിൻ ഇവിടുന്ന് പുറപ്പെടാൻ ഒരുപാട് ലേറ്റ് ആയി പോകില്ലേ? പോത്തിന്റെ വാലെ പിടിച്ച് വലിച്ചതുപോലെ എങ്ങോട്ടാടാ ഈ ഓടുന്നേ? വണ്ടി നിർത്ത്. ഇതെന്താണ്? അതെ, ഇതാണ് നമ്മുടെ മാഡത്തിന്റെ ഒരു സ്റ്റൈൽ. എടാ ഡോൽക്കി, ആ ഇൻസ്പെക്ടർ മാഡം ട്രെയിനിന്റെ മുന്നിൽ തന്നെയാണ് കയറി നിൽക്കുന്നത്. ഇത് നമുക്കൊരു ഗോൾഡൻ ചാൻസാ. മാഡം നമ്മൾ ഒരുപാട് ഓടിപ്പിച്ചതല്ലേ, ഇന്ന് നമുക്ക് മാഡത്തിനെ ഓടിപ്പിക്കാം. അത് പറഞ്ഞത് ശരിയാ ചേട്ടാ. ഇതെന്താ ഈ ട്രെയിൻ എന്റെ പുറകെ വരുന്നത്? എന്നെ ഒന്ന് രക്ഷിക്കണേ. അത് കൊള്ളാലോ അനന്തരവാ. നിന്റെ ഈ മെറ്റൽ ഹാറ്റ് ഒരു സംഭവം തന്നെയാണ് കേട്ടോ. നമ്മൾ ചെയ്യും ടിറ്റ് ഫോർ ടാറ്റ്. ഇതാണ് എന്റെ സൂപ്പർ ഹാറ്റ്.
മിണ്ടരുത് എടാ പിശുക്കാ. ഹാ, മിണ്ടിപ്പോവരുത്. എടോ മിണ്ടരുത് മിണ്ടരുത് എന്ന് പറഞ്ഞ് എന്റെ വഴി തെറ്റിക്കുന്നാണല്ലോ തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ഇന്ന് മിമിക്രി അങ്കിള് വേറെ ഏതോ ക്യാരക്ടറായിട്ട് മാറിയിരിക്കാ. അയ്യോ 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 എന്റെ വണ്ടി ഇപ്പൊ റൂട്ട് മാറി പോവാണല്ലോ. അതെ അനന്തരവാ, ഭൂമി ഉരുണ്ടതാട്ടോ. എന്റെ സ്കൂട്ടർ വട്ടം കറങ്ങുന്നത് കണ്ടില്ലേ? ആ റൗണ്ട് ആൻഡ് റൗണ്ട്. അമ്മാവ ഇപ്പൊ എന്താ ചെയ്യണ്ടേ? ഹാൻഡിൽ അമ്മാവന്റെ കയ്യിലല്ലേ? അതൊന്ന് സ്ട്രൈറ്റ് അത് ആക്ക്. പറഞ്ഞ ശരിയാണല്ലോ. ദേ ഞാൻ ഇപ്പൊ സ്ട്രൈറ്റ് ആക്കിയേക്കാം. മിണ്ടിപ്പോകരുത്. ഇന്ന് ഞാൻ ആരെയാണോ കണി കണ്ടത്? കാടും കാട്ടുമൃഗമൊക്കെ എന്റെ പുറകെ വരുന്നുണ്ടല്ലോ. എന്റെ അമ്മേ. എടോ മിമിക്രി, തന്നോട് കൊണ്ടുവരാൻ പറഞ്ഞത് ബർഗറാണ്, അല്ലാതെ കൊരങ്ങന്മാരെ അല്ല. വെടിവെക്കല്ലേ. എന്റെ പൊട്ടൻ ക്രാപ്പാ, നീ ഇതെന്തായി കാണിച്ചേ? എനിക്കതിനെ കിട്ടാം. വഴിപാളിയാ. താൻ എന്തിനാടോ ആ ഫയല് തല തിരിച്ചു വെച്ചിരിക്കുന്നത്? കാളെ പറ്റൊന്ന് പറഞ്ഞോടനെ നീ കയറെടുക്കുമല്ലേ? ഈ ബഹദൂർ എപ്പോഴാ കൊരങ്ങനായി മാറിയത്? ഇതാകെ ഗുലുമാലായല്ലോ. ഇത് പോലീസ് സ്റ്റേഷനോ അതോ മങ്കി സ്റ്റേഷനോ? എടാ ചില്ലു ബില്ലു, നിങ്ങൾ രണ്ടുപേരും ഇവിടെയാണല്ലേ? ഹലോ മാഡം, ക്ഷമിക്കണം കേട്ടോ. ദയവായി എന്നോട് ക്ഷമിക്കണം. ഈ രണ്ട് കൊരങ്ങന്മാരും വെറും പാവങ്ങളാ. താൻ എന്താ ഈ പറയുന്നേ? മോളിക്കറിയിരിക്കുന്നോണ്ട് പേടിച്ചാന്ന് കരുതണ്ട. ഇവിടെ ഇരുന്ന ആ കൊരങ്ങന്മാരെ ഞാൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ പോലീസ് മാഡം. അയ്യോ, പോലീസ് പാട എവിടെ പോയി? ഇവിടെ എന്താ നടക്കുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല. വീട്ടിലെ സാധനങ്ങൾ കാണുന്നില്ല, പോലീസ് സ്റ്റേഷനിലെ പോലീസിനെയും കാണുന്നില്ലല്ലോ. അതിരേ, ഞാൻ ഇവിടെ ഒരു ഫയല് തെരഞ്ഞോണ്ടിരിക്കുക. ഇവിടെ പോലീസില്ലെന്ന് ആരാടോ പറഞ്ഞത്? അതെ പോലീസ് മാഡം, പട്ടാപ്പകല് നഗരത്തിൽ മോഷണം നടക്കുമ്പോ ഈ പോലീസുകാർ എവിടെ പോയെന്നാ? പോലീസ് മാഡം, ഞാൻ ഇവിടെയാണ്. ഇത് നല്ല കഥ. ഇവിടെ പോലീസ് തന്നെ ജയിലിനകത്തായി. ഇനിയിപ്പോ കള്ളനെ ആര് പിടിക്കാനാ? ഞാനൊരു പോലീസ് ഇവിടെ നിൽക്കുമ്പോൾ കള്ളന്മാർക്ക് അത്രയ്ക്ക് ധൈര്യമോ? പട്ടാപ്പകൽ കൊള്ളയോ? പോലീസ് ഫോഴ്സിന് മുഴുവൻ ഇപ്പോൾ കളമിറക്കും. ഇവരെങ്ങനെ രക്ഷപ്പെടുമെന്ന് എനിക്കൊന്നറിയണം. ബഹദൂറെ, വണ്ടി എടുക്ക്. ഓ, ഇവന് ചെവി കേൾക്കില്ലല്ലോ. വണ്ടി എടുക്കാൻ പറഞ്ഞ ഉടനെ നാക്ക് നീട്ടിക്കോളും. ഹലോ ഹലോ അനന്തരവാ, എനിക്ക് ചെറിയൊരു സഹായം. അല്ല ഇതാരാ ഇങ്ങോട്ട് വരുന്നത്? ഞാൻ പോപ്പറ്റ്ലാൽ. ഇതാണ് എന്റെ പേര് ട്രട്ടോ. ഞങ്ങൾ എന്ത് പറഞ്ഞാലും ഇത് അതുപോലെ സംഭവിക്കും. ഇയാള് വലിയ ജാലിയാണെന്ന് തോന്നല്ലോ. എല്ലാവരുടെ ഭാവിയെ കുറിച്ചും ഇയാള് പറയാറുണ്ട്. അത് കൊള്ളാം. എന്നാ പിന്നെ കേസ് കഴിഞ്ഞില്ലേ? അയാൾക്കറിയായിരിക്കുമല്ലോ ആരാ മോഷ്ടിച്ചതെന്നൊക്കെ. ഇദ്ദേഹം എന്നോട് കുറച്ചു നാൾ മുന്നേ ഇതൊക്കെ പറഞ്ഞതാണ്. ഞാൻ അപ്പൊ തന്നെ കുറച്ച് അലർട്ടായി ഇരിക്കേണ്ടതായിരുന്നു. കാരണം ഞങ്ങളുടെ ഫാക്ടറിയിലെ ചില കള്ളത്തരമൊക്കെ സംഭവിക്കുന്നു പറഞ്ഞതാ. അങ്ങനെ ഞാൻ സെക്യൂരിറ്റി അധികമാക്കുകയും ചെയ്തു. എന്നിട്ടും കള്ളൻ ഡയമണ്ടും കട്ടുകൊണ്ടൊക്കെ പോയി. ക്ഷമിക്കണം ചിന്താമണി സാറേ, ആർക്കും ആരുടെയും ഭാവികാലം പറയാൻ പറ്റില്ലെന്ന് എന്റെ വിശ്വാസം. വിശ്വസിക്കാം, തീർച്ചയായും വിശ്വസിക്കാം. ഞാൻ പോപ്പറ്റ്ലാൽ, പിന്നെ ഇതിന്റെ പേര് ട്രട്ടോ. ഞങ്ങൾ എന്ത് പറഞ്ഞാലും അത് തീർച്ചയായും സംഭവിക്കും. ട്രട്ടോ, ഒന്ന് പെട്ടെന്ന് ഇവരുടെ പേരും ജോലിയെല്ലാം ഒന്ന് പറഞ്ഞേ. ഇവരാണ് സീനിയർ പോലീസ് ഇൻസ്പെക്ടർ മാഡം. ഇവർ 100-ൽ കൂടുതൽ കള്ളന്മാരെ പിടിച്ചകത്താക്കിയിട്ടുണ്ട്. ചേടാ, ഈ സംഗതി കൊള്ളാലോ. ഇതൊക്കെ പാരറ്റിന് എങ്ങനെയാ മനസ്സിലായത്? പിന്നെ ഇയാളുടെ പേര് ബി എന്ന ആൽഫബറ്റിക്കിലാ തുടങ്ങുന്നത്. അത് പറഞ്ഞത് ശരിയാണ് കേട്ടോ. എന്റെ പേര് ശരിക്കും ബൽവന്ത് എന്നാണ്. ഇത് ശരിക്കും പൊളിച്ചു കേട്ടോ. അതിന് ഇത്രയ്ക്കൊന്നും ഞെട്ടാനില്ല. അത് നിങ്ങളുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം അമ്മാവന്റെ പോക്കറ്റിലുള്ള പെന്നിലെ ബി കണ്ടിട്ട് പറഞ്ഞതാ. പിന്നെ പോലീസ് മാഡത്തിന്റെ പേര് അവരുടെ യൂണിഫോമിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ആഹാരം കഴിക്കേണ്ട സമയമാണ്. ട്രട്ടോ, വേഗം ഞാൻ ആഹാരം എടുത്തിട്ട് വാ. നിങ്ങൾ വരുമ്പം തന്നെ നിങ്ങളുടെ ടിഫിൻ എടുത്തിട്ട് വന്നിടായിരുന്നോ? ഈ റട്ടു എവിടുന്ന് ആഹാരം കൊണ്ടുവരുന്നേ? പോപ്പറ്റ്ലാല് അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടാക്കിയ ആഹാരം മാത്രമേ കഴിക്കാറുള്ളൂ. അതുകൊണ്ട് ട്രാട്ടോ ദിവസവും ഈ സമയം വീട്ടിൽ ചെന്ന് ആഹാരം എടുത്തോണ്ട് വരാറുണ്ട്. അല്ല ഇതെന്താ? ഈ ഒരു ആപ്പിൾ മാത്രം കഴിച്ചാൽ നിങ്ങളുടെ വിശപ്പടങ്ങൂ?
എന്ത് ചെയ്യാനാ, റാറ്റുവിന് ഇതിൽ കൂടുതൽ ഭാരം എടുത്തോണ്ട് വരാൻ പറ്റില്ലല്ലോ. ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ കേട്ടോ. ഞാനിപ്പോ ഡയറ്റിങ്ങിലാണ്. സർജി ഇപ്പൊ വീണ്ടും ഒരു ഡയമണ്ട് മോഷണം പോയിരിക്കുക. ഇനി ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? എല്ലാം കൈവിട്ട് പോയി. അവിടുന്ന് പുറത്തേക്ക് പോവരുത് പറഞ്ഞേക്കാം. ബഹദൂറെ, നീ എല്ലായിടത്തിനും ശരിക്കൊന്ന് തപ്പണം. അതെ അതെ, എല്ലാവരും ചെക്ക് ചെയ്യണം. അനന്തരവനെയും ഈ എന്നെ പോലും ചെക്ക് ചെയ്യണം. അതെ മാഡം, ഡയമണ്ട് ഇവിടെയൊന്നും ഇല്ല. ചിന്താമണി സാറേ, നിങ്ങള് പോപ്പറ്റ്ലാലിനെ ചെക്ക് ചെയ്യാൻ മറന്നുപോയല്ലോ. ചെക്ക് ചെയ്യുന്ന കാര്യം ഇരിക്കട്ടെ. നീ അങ്ങനെയൊക്കെ ആലോചിച്ചത്? അദ്ദേഹം ഡയമണ്ടൊക്കെ അടിച്ചു മാറ്റൂ. പോപ്പൻലാൽ സാറേ, ആ കൊച്ചു പയ്യൻ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചിട്ട് അങ്ങനത്തെ സീരിയസ് ആയിട്ട് എടുക്കരുത്. അവനോടൊന്ന് ക്ഷമിച്ചേക്ക്. പ്രശ്നമൊന്നും ഇല്ലടാ ചിന്താമണി, ഒരു പ്രശ്നവുമില്ല. ആ ചെക്കൻ പറഞ്ഞത് കറക്റ്റ് ആണ്. ഒരു കണക്കിന് നീ എന്നെയും കൂടെ ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.